അതായത് 6 മാസത്തിനുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന ഏത് അസുഖത്തെ പറ്റിയും പറയാൻ കഴിയും. സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സിമ്പിളായിട്ട് ഇപ്പോൾ പനി വന്നു തലവേദന വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കതറിയാൻ പറ്റും. ഈ പറഞ്ഞ ദിയേഗോ കോൺഷ്യസ് എനർജിയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫിനാൻഷ്യൽ ബ്ലോക്കുകളെ മാറ്റിയിട്ട് ഫിനാൻഷ്യനെ എങ്ങനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. ഒരുപാട് പണം ഉണ്ടാകുന്ന ഉള്ളവരെ അല്ലെ ഒരുപാട് പണം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ എന്തോ ക്രിമിനലാക്കി കളയും. അല്ലെങ്കിൽ പണമുള്ളവരെല്ലാം മോശക്കാരാണ്, പണം പാവമാണ്. പണം ഒരുപാട് ഉണ്ടാക്കുന്നത് പിന്നെ സ്പിരിച്വാലിറ്റിക്ക് എതിരാണ്, അല്ലെങ്കിൽ ദൈവത്തിനെതിരാണ്. അതെ, ഈവിൾ സ്പിരിറ്റാണ്. അല്ലെങ്കിൽ എന്നാ പറയുന്നത്, സാത്താനിക രീതിയിൽ ഉള്ള ആളുകളാണ് ധാരാളം പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഈ ഇന്നർ ആൽക്കമി കുണ്ടലിനി യഥാർത്ഥ എന്താണത്? ഇന്നർ ആൽക്കമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽക്കമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ബേസ് മെറ്റലിനെ ഒരു സ്വർണ്ണമാക്കി മാറ്റുന്ന ടെക്നിക്കാണ് ആൽക്കമി എന്ന് പറയുന്നത്. ആൽക്കമി എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും ഉണ്ട്, എങ്കിലും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ കുണ്ടലിനി യോഗത്തിലൂടെയും അതുപോലെ ചക്രങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഹീലിങ്ങിലൂടെയും ഒക്കെ ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പോളിഷ് ചെയ്തെടുത്തിട്ട് ആ ഒരു വ്യക്തിയെ ഒരു ഉയർന്ന തലത്തിലേക്ക്, അതായത് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നർ ആൽക്കമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്യുന്നത് കുണ്ടലിനി യോഗത്തെയാണ്. കുണ്ടലിനി യോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഷ്ടാംഗയോഗവും ചക്രങ്ങളും കൂടുന്നതാണ് കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വ്യക്തിയെ 5 ലെയറുകളായിട്ട്, അതായത് കോശങ്ങളായിട്ട് തിരിച്ച് പഠിച്ച് ആ ഒരു വ്യക്തിയുടെ ഏതൊക്കെ ലെയറിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് കണ്ടെത്തിയിട്ട്, അതായത് 5 ലെയറുകൾ എന്ന് പറഞ്ഞാൽ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന് പറയുന്നത് 5 ലെയറുകളാണ്. അപ്പോൾ ആ 5 ലെയറുകളായിട്ട് തിരിച്ച് പഠിച്ച് ആ ഒരു വ്യക്തിയിൽ ഏതൊക്കെ ലെയറിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് രാഹുൽ എൻ്റെ അടുത്തേക്ക് അത് പഠിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഒറ്റയടിക്ക് എന്തെങ്കിലും പഠിപ്പിച്ച് വിടുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇപ്പോൾ രാഹുലിൻ്റെ ഫിസിക്കൽ ഏരിയയിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, രാഹുലിൻ്റെ എനർജി ഫീൽഡിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതുപോലെ തന്നെ മെൻ്റൽ തലങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇത് കുണ്ടലിനി ഉണർത്തുകയാണോ ചെയ്യുന്നത്? കുണ്ടലിനി ഉണർത്തുകയല്ല, കുണ്ടലിനിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കുണ്ടലിനി യോഗം മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ കുണ്ടലിനിയെ ഉണർത്താനുള്ള വിവിധങ്ങളായിട്ടുള്ള ക്രിയകളും അതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡാണ്. ഇത് എത്ര നാളത്തെ ഒരു പ്രോസസ്സാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇന്നർ ആൽക്കമി എന്ന് പറയുന്നത് 2 ദിവസത്തെ നേരിട്ടുള്ള ക്ലാസ്സും അതിനുശേഷം 8 ദിവസത്തെ ഓൺലൈൻ സെഷനുമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസം കൊടുക്കുന്ന ക്രിയകളും മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു വർഷത്തേന് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് നമുക്കൊരു യോഗ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ക്യാപ്സുൽ രൂപത്തിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു വിടുകയാണ് ഈ 2 ദിവസത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചക്രങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് 8 ദിവസത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നിരന്തരമായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഉദാഹരണമായിട്ട് ഇന്നർ ആൽക്കമി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സൂര്യനമസ്കാരത്തിൽ നിന്നാണ്. അപ്പോൾ സൂര്യനമസ്കാരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഫിസിക്കൽ തലത്തിലൊരു ചേഞ്ചസ് വരുത്തേണ്ടത്, അവിടുന്ന് പിന്നെ നമ്മൾ നമ്മുടെ പ്രാണമയ കോശത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതിനുള്ള ടെക്നിക്ക് എന്തൊക്കെയാണ്, അതിന് ഓരോന്നും പഠിപ്പിക്കുകയാണ്. അല്ല, ഓരോന്നും നമ്മൾ വെറുതെ ക്ലാസ് എടുത്ത് വിടുകയല്ല, മറിച്ച് ഓരോന്നും പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, പ്രാക്ടിക്കലായിട്ട് ചെയ്തു പോകുന്നത്. ഗുരുജിയുടെ അടുത്തേക്ക് വരുന്ന ഒരാൾ, അയാൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും? അത് നമുക്ക് അയാളുടെ എനർജി ബോഡിയെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം രാഹുലിനെ എൻ്റെ അടുത്തിരിക്കുന്നു, അപ്പോൾ എനിക്ക് രാഹുലിൻ്റെ എനർജി ബോഡിയിൽ എവിടെയൊക്കെയാണ് പ്രോബ്ലം എന്ന് എനിക്കറിയാൻ പറ്റും. അത് സ്കാൻ ചെയ്യാൻ എനിക്കറിയാം. മാത്രമല്ല, എനിക്ക് സ്കാൻ ചെയ്യുക പോലും വേണ്ട. നമുക്ക് നോർമലി നമുക്കൊരാളുടെ ഓറയെ നമുക്കല്ലാതെ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനുള്ള വിദ്യകളൊക്കെ പരിശീലിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ ഓറ കാണുമ്പം തന്നെ ഇപ്പം 6 മാസത്തിന് ശേഷം രാഹുലിന് വരാവുന്ന ഒരു അസുഖത്തെ വരെ നമുക്ക് ആ സ്കാൻ ചെയ്താൽ, ഓറയിൽ സ്കാൻ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിയാൻ കഴിയും? തീർച്ചയായിട്ടും. അത് നമ്മുടെ എനർജി ബോഡിയാണല്ലോ. നമ്മുടെ ഈ 6 മാസത്തിനുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന ഏത് അസുഖത്തെ പറ്റിയും പറയാൻ കഴിയും? സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം സിമ്പിളായിട്ട് ഇപ്പോൾ പനി വന്നു തലവേദന വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് അറിയാൻ കഴിയുമോ? തീർച്ചയായിട്ടും 100% അറിയാൻ പറ്റും. അപ്പം അത് 3 തലങ്ങളിലും അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ പിന്നെ രാഹുലിൻ്റെ ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ രാഹുലിൻ്റെ ഓറയിൽ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും കാണാൻ പറ്റും, അതിനെയും മറ്റൊരു രീതിയിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇനി പ്രാണിക് രീതിയിൽ എനർജി തലത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതും നമുക്കറിയാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഇത് അറിയുന്നത്?
അത് നോർമൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യങ്ങൾ കുണ്ടലിനി യോഗം പഠിച്ചതിന് ശേഷം നമ്മളവരെ ഇത് ഓറ സ്കാൻ ചെയ്യാൻ പഠിപ്പിക്കും. വെറുതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഓറ സ്കാൻ ചെയ്യാൻ പഠിപ്പിക്കും. അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓരോ ചക്രങ്ങളിലും ആ എനർജിയുടെ പ്രസൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ഓറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എനർജി ബോഡിയാണല്ലോ, നമ്മുടെ ഒരു ബയോമാഗ്നറ്റിക് ഫീൽഡാണത്. അപ്പോൾ നമുക്ക് നോർമലി അത് പഠിച്ച് അത് നമ്മുടെ ക്ലാസ്സിൽ 2ാമത്തെ ദിവസം നമ്മൾ പഠിപ്പിക്കും, ഈ സ്കാനിങ് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചിട്ട് ആ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ബോഡിയിൽ അതിൻ്റെ എനർജിയുടെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ കുറവോ കൂടുതലോ ഒക്കെ അറിയാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഓരോ ചക്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ 114 ചക്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 7 ആധാര ചക്രങ്ങളുണ്ട്. അത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്ന് പറയും. അതിൽ ഈ ആജ്ഞ വരെയുള്ള 6 ചക്രങ്ങൾ, ഷഡാധാര ചക്രം എന്നാണ് പറയുക. ആജ്ഞ വരെയുള്ള ഈ ചക്രങ്ങളെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അതുമായി ഏതെങ്കിലും ചക്രത്തിൽ നമുക്ക് എനർജിയുടെ കുറവോ കൂടുതലോ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഓരോ ചക്രങ്ങളും ഈ 3 തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ലെയറുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ എനർജി ലെയറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ലെയറുകളിൽ ഈ ചക്രങ്ങളിലുണ്ടാകുന്ന എനർജിയുടെ കുറവോ കൂടുതലോ ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ പിന്നീട് അതിനെ നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഫിസിക്കൽ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ പ്രശ്നങ്ങളാണോ അതോ നമ്മുടെ ഇമോഷണൽ ഇഷ്യൂസ് ആണോ, അതൊക്കെ നമുക്കങ്ങനെ തരംതിരിച്ചറിയാനായിട്ട് സാധിക്കും. സാധാരണ ഗുരുജിയുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നമാണ് ഏറ്റവും കൂടുതലുള്ളത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ കാണുമല്ലോ അങ്ങനെ? അതായത് ഫിസിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കൂടുതൽ ആളുകൾ ഇപ്പം ഞാനിപ്പം ഒരു ഫ്രീ ആയിട്ടൊരു ഹീലിംഗ് സെഷൻ നടത്തുന്നുണ്ട്. ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുക്കന്മാർക്കുള്ളൊരു ദക്ഷിണയായിട്ട് ഞാൻ ദിയേക കോൺഷ്യസ് എനർജി എന്ന് പറയുന്ന ഈ ഒരു ഹീലിംഗ് മെത്തഡോളജി ഞാൻ വികസിപ്പിച്ചെടുത്ത സമയത്ത് അത് വെച്ചിട്ട് ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 9 തൊട്ട് 10 മണി വരെയുള്ള സമയത്ത് ഫ്രീ ആയിട്ട് ഒരു മാസ് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. വേറെ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. സമ്പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ആകെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ മേടിക്കും. അപ്പോൾ അതിൽ അവരുടെ പ്രശ്നങ്ങൾ എഴുതും. അപ്പോൾ അങ്ങനെ എഴുതി കണ്ടതിൽ ഇപ്പോൾ ഏതാണ്ടൊരു 10,000 പേരുടെ ഫോം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഒരു 90% ആളുകളും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം ഫിനാൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ അവർ ബാക്കി എല്ലാ മേഖലകളും അതുമായിട്ട് കണക്റ്റഡായിട്ട് പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനെതിരാണ് പണം അല്ലെ ധനം എന്ന് പറയുന്നത്, അല്ലെ സമ്പന്നത എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിക്ക് എതിരാണെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അത് ശരിക്കും ഞാനതിനെ അനുകൂലിക്കുന്നില്ല. കാരണം സമ്പന്നതയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതൊരു ഊർജ്ജം തന്നെ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു തന്നത് ഇന്നർ ആൽക്കമി ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഇന്നർ ആൽക്കമിയിൽ തന്നെ വരുന്നതാണ് ഈ മണി മാനിഫെസ്റ്റേഷൻ. ഇത് രണ്ടാണ്. എന്ന് വെച്ചാൽ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദിയേക കോൺഷ്യസ് എനർജി ഹീലിംഗിൻ്റെ ഒരു പാർട്ടാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെപ്പറേറ്റ് ആണ്. ഇന്നർ ആൽക്കമി എന്ന് പറയുമ്പോൾ നമ്മൾ കുണ്ടലിനി യോഗത്തിലൂടെ നമുക്കൊരു വ്യക്തിയിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ എല്ലാ മേഖലകളിലും ഒരു പരിപൂർണമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ പല കോഴ്സുകൾ പഠിച്ചാലും അല്ലെങ്കിൽ പല യോഗ പഠിച്ചു അല്ലെങ്കിൽ പല കാര്യങ്ങൾ പഠിക്കുന്ന സമയങ്ങളിലും ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഒരാളിൽ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്നർ ആൽക്കമി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നർ ആൽക്കമി എന്ന് പറയുന്നത്. അവരെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇന്നർ ആൽക്കമി ചെയ്യണം. സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമാണെങ്കിൽ ഇനിയിപ്പം ചിലരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഒന്നും എഫോർട്ട് ഒന്നും എടുക്കാൻ പലർക്കും പറ്റില്ല. ഇപ്പം ഇന്നത്തെ കാലത്ത് അറിയാലോ, ആളുകൾക്ക് എഫോർട്ട് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടി സമയം ചെലവഴിക്കാനോ പണം ചെലവഴിക്കാനോ ഒന്നും ബുദ്ധിമുട്ടാണ്. അപ്പം ചിലരുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ഗൂഗിൾ ഫോം റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 90-95% ആളുകളുടെയും ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രശ്നമാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ ദിയേക കോൺഷ്യസ് എനർജിയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫിനാൻഷ്യൽ ബ്ലോക്കുകളെ മാറ്റിയിട്ട് ഫിനാൻസിനെ എങ്ങനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. നമ്മളിത് അത് രണ്ടും അതായത് ഫിനാൻസിനെ അട്രാക്റ്റ് ചെയ്യല്ല, അല്ലെങ്കിൽ സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യല്ല ചെയ്ത് സമ്പത്തിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ കാര്യങ്ങളിലൂടെ ആ സമ്പത്തിനെ നമ്മൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിയിട്ട് അതിനെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് മണി മാനിഫെസ്റ്റേഷൻ ഫീലിംഗിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സാധാരണ ഈ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴല്ലേ അത് കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണല്ലോ, ഇത് ആ തരത്തിലാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. എന്ന് വെച്ചാൽ
ഇത് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് മണി, ഞാൻ അതുകൊണ്ട് അത് രണ്ടാന്ന് പറഞ്ഞു, അത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് മണി അട്രാക്ട് ചെയ്യാനുള്ള മനസ്സിൻ്റെ ആ ഒരു സ്ട്രെങ്തിനെ വികസിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഏതെങ്കിലും ഒരു ലെയറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. എല്ലാം തന്നെ ഇപ്പം പിന്നെ എന്താ പറയുന്നത്, മൈൻഡ് പവർ ട്രെയിനിങ്ങുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഹീലിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് തികച്ചും ഡിഫറൻ്റ് ആണ്. കാരണം അവിടെ നമ്മൾ 4 ലെയറുകളെ ആയിട്ട് ഒരു വ്യക്തിയെ തിരിച്ച് ഏത് ലെയറിലാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ലെയറിനെയും കൂടി കറക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പം രാഹുലിന് ഇപ്പം മണി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മണി ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഇപ്പം ആരോഗ്യമില്ലാത്തൊരു ശരീരം ആണ് രാഹുലിനുള്ളതെന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ ഫോക്കസ് എപ്പോഴും എവിടെ ആയിരിക്കും? ആരോഗ്യത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അവിടെ മണിയല്ല പ്രധാനം, മണി അതിനൊരു ടൂള് മാത്രമാണ്. അപ്പം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 4 മേഖലകളും, അതായത് ഇപ്പം നമ്മുടെ ഫിസിക്കൽ ബോഡി കറക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ എനർജി ബോഡി കറക്റ്റ് ആയിരിക്കണം. കാരണം എനർജി ബോഡി കറക്റ്റ് ആണെങ്കിൽ മണിയെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എനർജി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മൈൻഡിൻ്റെ തലത്തിൽ, നമ്മുടെ മാനസിക തലത്തിൽ അതിന് തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കണം. കാരണം മാനസിക തലത്തിൽ നമുക്ക് ആ മണിയെ ഒപ്പോസ് ചെയ്യുന്ന മൈൻഡ് സെറ്റാണ് നമുക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ എല്ലാം ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ധനത്തെപ്പറ്റിയുള്ള ഒരു തെറ്റായ ധാരണകൾ ഏതാണ്ട് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഈവൻ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ധനവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടകം സൂചിക്കുഴയെ കൂടെ കറക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. അപ്പം അത്രയും ഭീകരമായിട്ടാണ് അതിന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ധനമെന്ന് പറയുന്നത് നമുക്കിവിടെ നിലനിൽക്കാനുള്ള ഒരു ബേസിക് ഊർജ്ജമാണ്, അതൊരു ശക്തമായ ഊർജ്ജം തന്നെയാണ്. ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും ആ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ല ആ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യണം. അപ്പം നമ്മുടെ ന്യൂറോ പാത്വേയെ തന്നെ അവിടെ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ ധനം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും, നമുക്ക് പേടിയാണ് ധനത്തോട്. സാധാരണ ആളുകൾക്ക് ധനം വേണമെന്ന് പറയുമ്പോഴും എത്രമാത്രം ധനം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഈ ബാധ്യതകളൊക്കെ തീർക്കാനുള്ള ധനം വേണം എന്നുള്ളതേ പറയുള്ളൂ.